ആനകൾക്ക് വേണ്ടിയിട്ടുള്ള ഇന്ത്യയിലെ ഒറ്റ ഒരു റീഹാബിലിറ്റേഷൻ സെന്റർ അത് നമ്മുടെ കേരളത്തിലാണ് ഉള്ളത്. അവിടേക്കാണ് നമ്മളുടെ ഇന്നത്തെ യാത്ര. ട്രിവാൻഡ്രത്തുനിന്ന് KSRTCയുടെ കാപ്പുകാട് എന്ന് പറഞ്ഞ ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അതിന്റെ വാതിലിൽ ചെന്നിറങ്ങാം. എൻട്രൻസ് ടിക്കറ്റ് ഇവിടുന്ന് നിന്നാണ് നമ്മൾ എടുക്കുന്നത്. 60 rupees ആണ് വരുന്നത്. കയറി ചെല്ലുമ്പോൾ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വനശ്രീയുടെ എക്കോ ഷോപ്പ് കാണാം. 176 ഹെക്ടറിൽ ഫ്യൂച്ചറിൽ 50ഓളം ആനകളെയും 80ഓളം പാപ്പാന്മാരെയും അക്കോമഡേറ്റ് ചെയ്യുന്ന തരത്തിലാണ് ഈ ഒരു പ്രോജക്റ്റ്. 105 കോടിയുടെ ഈ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയി വരുമ്പോഴത്തേക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെന്ററായി മാറും കോട്ടൂർ. രാജ, റാണ, ആമിന എന്ന് പറഞ്ഞിട്ട് ഈ കാണുന്ന ഓരോ ആനകൾക്കും ഓരോ പേരാണുള്ളത്. നിലവിൽ 13ഓളം ആനകൾ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. സിവിയർ ഇഞ്ചുറീസ് ഒക്കെ ബാധിച്ച് കോന്നി അതുകൂട്ട് പല വനമേഖലകളിൽ നിന്ന് കൊണ്ടുവരുന്നവയാണ് ഇവിടെ പാർപ്പിക്കുന്നത്. ഇതിനെ തിരിച്ചു വിടുകയില്ല. ഈ കാണുന്ന ആനകൾക്കെല്ലാം പ്രത്യേകം പാപ്പാന്മാരും ഉണ്ട് കേട്ടോ. ഓരോരോ പ്രശ്നങ്ങൾ ഉള്ളതായത് നമ്മളെ ഒരു പരിധിയിൽ കൂടുതൽ അതിന്റെ അടുത്തേക്ക് വിടാറുമില്ല. അവരുടെ ഫാമിലിക്കും മറ്റു ജീവനക്കാർക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള കെട്ടിടങ്ങൾ, കോട്ടേജസ് കാണാം. ഫ്യൂച്ചറിൽ വെറ്റിനറി ഹോസ്പിറ്റൽ, മ്യൂസിയം, പോസ്റ്റ്മോർട്ടം ഫെസിലിറ്റീസ്, റിസർച്ച് സെന്റർ ഫോർ സ്റ്റുഡൻസ് ഒക്കെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. സതീഷ് എന്ന് പറഞ്ഞാൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ ഒരു സാറായിരുന്നു കേട്ടോ എനിക്ക് എല്ലാം എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്തു തന്നത്. 9 മണി 11 മണി റേഞ്ചിൽ ആനകൾ ഇതെല്ലാം വന്ന് എടുത്തുകൊണ്ട് നിരനിരയായിട്ട് പോയിട്ട് ഈ ഒരു ആനവിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിലെ ഏറ്റവും പ്രായം ചെന്ന് ജീവിച്ചിരിക്കുന്ന ആനകളിൽ ഒന്നായ കോട്ടൂർ സോമൻ ഈ കാണുന്നതാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. മുമ്പിയ ആന കൂടിയായിരുന്നു. ഒരുപാട് ആനകളെ ഇത് ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇയർ ഡാമിന്റെ ഈ ഒരു റിസർവറിലാണ് കേട്ടോ 9 മണി റേഞ്ച് വന്നു കഴിഞ്ഞാൽ ആനയെ കുളിപ്പിക്കുന്നത് കാണാം. കൂടാതെ ബോട്ടിംഗ് സർവീസസും ഉണ്ട്. ഡീസൽ അങ്ങനെയാണ് അവിടെ എത്തുന്നത്. ഇവിടുത്തെ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം എന്റെ ചാനൽ ആഡ് ചെയ്യുന്നുണ്ട്. താങ്ക്